ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു നാടൻ ഒഴിച്ചേറിയതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പടവലങ്ങയും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. പടവലങ്ങയുടെ പുറത്തെ വെളുത്ത തൊലിയെല്ലാം ചീകി കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പടവലങ്ങയെല്ലാം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഏകദേശം 2 കപ്പുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പടവലങ്ങയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് പടവലങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. കറിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീൻ തലയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു വറുത്തെടുക്കണം. ഉണക്കച്ചെമ്മീൻ ഒരു ക്രിസ്പി ആയിട്ട് വരുന്നവർ വറുത്തെടുക്കാം. ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല ക്രിസ്പി ആവുന്നവരൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉണക്കച്ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കണം. ഉണക്കച്ചെമ്മീൻ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നൈസായിട്ട് പൊടിച്ചെടുക്കരുത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഉണക്കച്ചെമ്മീൻ ഈ കാണുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പടവലങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പടവലങ്ങ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീനും ഉപ്പുമെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യണം. ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് എല്ലാം പടവലങ്ങയിലൊന്ന് നല്ലതുപോലെ പിടിച്ച് കിട്ടണം. ഇനി കറിക്കുള്ള അരപ്പുണ്ടാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചെറിയ ഉള്ളി, 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞ് പടവലങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമെല്ലാം കഴിഞ്ഞ് തുറന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറി ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നവർ കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് കറി ഒന്നും കൂടി കുറുകി വരും. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1-2 കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടി ചേർത്ത് മൂപ്പിക്കണം. ചെറിയ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ കടുക് വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ പടവലങ്ങ
ഉണക്കച്ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്